നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഭാര്യയും ചെറിയ കുട്ടിയുമായി നടക്കാൻ ഇറങ്ങിയ പ്രവാസി പാലത്തിൽ നിന്നും ചാടി ജീവനൊടുക്കി. ഷാർജയിലെ അൽ നഹദ പാലത്തിൽ വെച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഈ സംഭവം നടന്നത്. 35 വയസ്സ് പ്രായമുള്ള ഇന്ത്യക്കാരനാണ് അൽ നഹദ പാലത്തിൽ നിന്നും താഴേക്ക് ചാടി ജീവനൊടുക്കിയത്. എന്നാൽ ഇയാളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിരുന്നില്ല. സംഭവം സംബന്ധിച്ച് ഷാർജ പോലീസിന്റെ സെൻട്രൽ ഓപ്പറേഷൻസ് റൂമിൽ വിവരം ലഭിക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചിരുന്നു. പോലീസ് പെട്രോൾ സംഘങ്ങളും നാഷണൽ ആംബുലൻസും വിവരം അറിഞ്ഞതിനെ തുടർന്ന് സ്ഥലത്തെത്തിയിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾ അലട്ടിയിരുന്നത് കാരണം യുവാവ് ബോധപൂർവം ജീവനൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. പാലത്തിന് താഴെ അതീവ ഗുരുതരാവസ്ഥയിൽ കണ്ടെത്തിയ പ്രവാസിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അറബ് നാട്ടിൽ മരണമടയുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി ഇന്ത്യക്കാരനായ ഈ പ്രവാസിയുടെ മൃതദേഹം നാട്ടിലേക്ക് അയച്ചത്. അദ്ദേഹം പ്രവാസിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമാക്കി ഹൃദയസ്പർശിയായ ഒരു ഫേസ്ബുക്ക് കുറിപ്പും പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം മരണപ്പെട്ടവരിലെ ഒരു പ്രവാസിയുടെ വിഷയം അറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഭാര്യയും ചെറിയ കുട്ടിയുമായി നടക്കാൻ ഇറങ്ങിയതായിരുന്നു ഇദ്ദേഹം. ജോലി നഷ്ടപ്പെട്ടതിൽ വലിയ നൊമ്പരത്തിലായിരുന്ന പാവം പ്രവാസി. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന വ്യാകുലത വല്ലാതെ അദ്ദേഹത്തെ അലട്ടിയിരുന്നു. കുടുംബത്തെയും കുട്ടിയെയും നോക്കണമെന്ന ഇടയ്ക്കിടെ ഇദ്ദേഹം ഭാര്യയോട് ഉപദേശിച്ചുകൊണ്ടിരുന്നു. നടത്തവും സംസാരവും അങ്ങനെ ഒരു പാലത്തിന് മുകളിലൂടെ മുന്നോട്ട് പോകവേ പെട്ടെന്ന് ഇദ്ദേഹം ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ താഴേക്ക് ചാടി. ആ ചാട്ടം ഇദ്ദേഹത്തിന്റെ ജീവനെടുത്തു. ജീവിത പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനം തേടി ഇദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ വെച്ച് തന്നെ ഇദ്ദേഹം യാത്രയായി. അത്രമേൽ സഹിക്കാൻ കഴിയാഞ്ഞിട്ടായിരിക്കാം ഒരുപക്ഷെ ഇദ്ദേഹം ഈ വഴി തിരഞ്ഞെടുത്തത്. തന്റെ പ്രിയപ്പെട്ടവർ അനാഥരായി പോകാൻ ഇത് കാരണമായി. സംഭവം നേരിട്ട് കാണേണ്ടി വന്ന ഇദ്ദേഹത്തിന്റെ പ്രിയതമയുടെ ദുഃഖം കണ്ടു നിൽക്കാൻ പോലും കഴിഞ്ഞില്ല. ഓരോ ദിവസവും വ്യത്യസ്ത രീതികളിലാണ് മരണങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്നത്. നമ്മിൽ നിന്നും വിട്ടുപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങൾക്ക് ദൈവം തമ്പുരാൻ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ, അവരുടെ പ്രിയപ്പെട്ടവർക്ക് ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.